ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് സൺഡേ മോർണിംഗ് ആണ്. അപ്പോൾ രാവിലെ തന്നെ ഒന്ന് പുറത്തിറങ്ങിയതാണ്. അമ്മയാണെങ്കിൽ ഇങ്ങനെ വിളിച്ചിട്ട് എന്താ അവിടെ കാലാവസ്ഥ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ്. ഇവിടേക്ക് വെള്ളം പൊന്തിയോന്ന്. അപ്പോൾ ഇവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ നിലമ്പൂർ ഭാഗത്തൊക്കെ നല്ല വെള്ളം പൊന്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് സ്നാക്സും പിന്നെ പച്ചക്കറിയും ചിക്കനൊക്കെ വാങ്ങിച്ച് വീട്ടിലോട്ട് വന്നു കേട്ടോ. കുറേ നേരം മഴയത്തൊക്കെ നടക്കണ്ടല്ലോ കരുതിയിട്ട് വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ രണ്ടാളും ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നല്ല ഉഷാറായിട്ട് ഇരിക്കുന്നുണ്ട്. സ്നാക്സ് കണ്ടപ്പോൾ ഇന്നൂസിൻ്റെ ഒരു ചോദ്യം, എന്തപ്പാ ഇത്രയും സ്നാക്സ് വാങ്ങിയിരിക്കുന്നതെന്ന് കേട്ടോ. അപ്പോൾ അച്ഛൻ പറഞ്ഞു മഴയൊക്കെ അല്ലേ, കുറച്ച് നേരം സ്നാക്സൊക്കെ വെച്ച് ടി വി ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. മക്കൾക്ക് രണ്ടാൾക്കും ഞങ്ങൾ ഫ്രൂട്ട്സ് തന്നെയാണ് കേട്ടോ വാങ്ങി കൊടുക്കാറുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം സ്നാക്സ് ആക്കി. അപ്പോൾ ഈച്ചോ ആണെങ്കിൽ ഇങ്ങനെ പറയുവേ, എല്ലാം കഴിച്ച് തീർക്കരുത്, ചോറൊക്കെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞു. സ്നാക്സ് കണ്ടപ്പോഴത്തേക്ക് രണ്ടാൾക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, ബൂസ്റ്റും സ്നാക്സും മതി എന്നാണ് കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ബൂസ്റ്റ് വാങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ കുപ്പി വാങ്ങുമ്പോഴത്തേക്ക് തുറന്ന് വെച്ച് അത് കാറ്റ് പോവും, ഒക്കെ നാശമായി പോവും. ഇങ്ങനത്തെ പാക്കറ്റ് ആണെങ്കിൽ അടിപൊളിയായിട്ട് അവിടെ നിൽക്കും കേട്ടോ. പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച് അന്നേരം ആണെങ്കിൽ എനിക്ക് ഓർത്തത് ഈ ടിപ്സ് ഒന്ന് എല്ലാവർക്കും അറിയണമെന്നില്ല. അപ്പോൾ കുറച്ച് പറഞ്ഞു കൊടുക്കാമെന്ന് ഞാൻ കരിവേപ്പ് ഒന്ന് കഴുകിയിട്ട് ഞാൻ കുറച്ച് വെള്ളത്തിൽ സുറുക്കി ഒഴിച്ച് ഇങ്ങനെ ടർക്കിയിൽ ഒന്ന് ഇതാക്കിയിട്ട് എടുത്ത് വെക്കുകയുള്ളൂ കേട്ടോ. അതേപോലെ മല്ലിച്ചപ്പും നല്ലതുപോലെ ഒന്ന് കഴുകും. എന്നിട്ട് ടർക്കിയിൽ ഒന്ന് നല്ലതുപോലെ ഒപ്പിയെടുത്തിട്ട് ഞാനൊരു കവറിലിട്ട് വെക്കും കേട്ടോ. കവറിൽ ഇട്ടിട്ട് എന്നിട്ട് ഒരു കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് ആ കുപ്പീൻ്റെ ഉള്ളിലോട്ട് ഈ വേര് അങ്ങോട്ട് ഇറക്കിയിട്ട് വെക്കും കേട്ടോ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച വരെ എനിക്ക് നിൽക്കാറുണ്ട്. കുറച്ച് ഞാൻ കവർ പൊന്തിച്ചിട്ട് എടുക്കുകയുള്ളൂ കേട്ടോ. ഈ വീഡിയോയിൽ കുറേ ഉപകാരമുള്ള കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു ഞാൻ ചെയ്യുന്നതൊക്കെ കേട്ടോ. അന്നേരമാണെങ്കിൽ ഉച്ചയ്ക്ക് ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ചോറൊക്കെ വെക്കുന്ന കണ്ടപ്പോൾ ഇന്നൂസ് വേഗം ഇന്നൂസിൻ്റെ റൂമൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. നന്നൂസ് തുണി മടക്കി വെക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ആങ്കറിലാണ് കേട്ടോ തൂക്കിയിടുക. കുറേ സാധനം കൊട്ടയിലായിരുന്നു ഇട്ട് വെച്ചത്. പക്ഷേ ഇവരാണെങ്കിൽ ഒരു ഡ്രസ്സ് എടുക്കുമ്പോഴത്തേക്ക് എല്ലാം കൂടെ എടുത്തിട്ട് പുറത്തെടുത്തിടും. ഈ ആങ്കറിലായതുകൊണ്ട് മക്കൾ രണ്ടാളും അതിൽ നിന്ന് ഓരോ ടീഷർട്ട് നോക്കിയിട്ട് അങ്ങനെ എടുക്കുകയുള്ളൂ. നല്ലൊരു ഉപകാരമായിരുന്നു കേട്ടോ. പണ്ടെങ്ങാനും ഞാൻ ഇതുപോലെ ഇങ്ങനത്തെ ഒരു ചട്ടി മീൻകറി വെക്കാൻ വിചാരിച്ചതാണ്. പക്ഷേ അച്ചായനുണ്ടല്ലോ മീൻകറി വീട്ടിൽ വെക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ കറി ആക്കി. ഞാൻ ചിക്കൻ കറി അതേപോലെ തോരനൊക്കെ ഉണ്ടാക്കണമെങ്കിലൊക്കെ ഞാൻ മൺചട്ടി എടുക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഈ കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴേ ചിക്കൻ കറിയോ അല്ലെങ്കിൽ എന്ത് കറി വേണമെങ്കിലും ഉണ്ടാക്കുമ്പോൾ ചൂട് നിൽക്കും കേട്ടോ. ഒത്തിരി നേരം നമ്മൾ മൂടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഗ്യാസ് ആവില്ല, അങ്ങനെ കരിഞ്ഞും പോവില്ല, നല്ല ചൂട് നിൽക്കുവേ. അതേപോലെ ബീട്രൂട്ട് ക്യാരറ്റൊക്കെ ഞാൻ ഇങ്ങനെ അരിഞ്ഞിട്ട് ജാറിലിട്ടിട്ട് ഞാൻ ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കുകയുള്ളൂ കേട്ടോ. കൊത്തി അരിയാനൊക്കെ കുറേ നേരമാവും. അതേമാതിരി ഞാൻ ചോറ് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ വാർക്കാറുള്ളത്. കാരണം എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമാണ് ഈ ചോറ് വാർക്കൽ. അപ്പോൾ ഞാൻ ഇങ്ങനെ ക്ലിപ്പിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ എടുത്ത് വെക്കും. ഇതാകുമ്പോൾ നല്ല സുഖമാണ്. കയ്യിലും കാലിലൊന്നും കൊള്ളൂല. എത്ര വട്ടാന്നറിയാം എൻ്റെ കയ്യിലൊക്കെ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചിട്ടുള്ളത്. അന്നേരം ആണെങ്കിൽ ഞാൻ വേഗം ആ കറി ഉണ്ടാക്കി, തോരനുണ്ടാക്കി, പപ്പടം പൊരിച്ചു. അതേപോലെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ഇന്നൂസിൻ്റെ പരാതി ഇന്നു അടിച്ചു, വാമിയെ എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വിളിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞു. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.